അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് അബ്ദുൽ വഹാബ്, വീട് കോഴിക്കോടാണ്. ഇവിടെ മതത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ആ മതം യഥാർത്ഥ മതമായ ഇസ്ലാം തന്നെ ആവണമെന്നും ഇസ്ലാം അജയ്യവും അന്യൂനവുമാണെന്നും സമർത്ഥിച്ചു. ഇസ്ലാം അജയ്യവും അന്യൂനവും ആകുന്നത് ഇസ്ലാമിൻ്റെ മൂലഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ആയതുകൊണ്ടാണല്ലോ. പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത് അത് ദൈവിക ഗ്രന്ഥമാണ് എന്നതുകൊണ്ടുമാണല്ലോ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് ഒരിക്കൽ തെളിഞ്ഞാൽ അവിടെ ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടൂലേ. അപ്പം എൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സ്വന്തം ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരം പറഞ്ഞതായിക്കൂടെ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ മറ്റാരെങ്കിലും സ്വാധീനിച്ച് പറയിപ്പിച്ചതായിക്കൂടെ? മുഹമ്മദ് നബിക്ക് മറ്റാരുടെയെങ്കിലും പ്രേരണയാൽ എഴുതിയത് ഗ്രന്ഥമായിക്കൂടെ പരിശുദ്ധ ഖുർആൻ എന്നാണ് ചോദ്യം. ഒരു പ്രസക്തമായ ചോദ്യമാണ്. തീർച്ചയായും എൻ്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയവയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ആ പ്രമാണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഇസ്ലാം അജയ്യമാണെന്ന് പിന്നെ പറയാൻ കഴിയില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സ്വന്തം ഇഷ്ടപ്രകാരം രചിച്ചതാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകനാണെന്ന് വാദിച്ചതാണെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞില്ല എന്നാണ് ചോദ്യം. തീർച്ചയായും പൊളിയും. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരുന്നു ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്ന രണ്ട് കാര്യങ്ങളും. ഒന്ന്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു സൂറത്തിൻ വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇത് നാം പടച്ചവൻ അവതരിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തെ സംശയമെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരിക. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രഖ്യാപനമാണ്. ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിൽ മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു വെല്ലുവിളി ഉന്നയിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ ആദ്യം ആലോചിക്കണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്കിലും അറിയാലോ അദ്ദേഹം സാധാരണ മനുഷ്യനാണെന്ന്. പ്രവാചകത്വം ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെങ്കിലും അറിയാലോ. ഏറ്റവും മിനിമം അദ്ദേഹം കള്ളത്തരം കാണിക്കുകയാണ്, ഇങ്ങനെ ഖുർആൻ കൊണ്ടുവന്നിട്ട് ഇത് ദൈവികമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം ഒരു വെല്ലുവിളി പറയാൻ ധൈര്യമുണ്ടാകുമോ? ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. കാരണം ആരെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും കൊണ്ടുവരാ, അദ്ദേഹം ഉണ്ടാക്കിയവർ തന്നെ ആർക്കും കൊണ്ടുവരാലോ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞൂടെ? 14 നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഇതുവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ പോയ സൂറാലൈക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് തന്നെ ഉണ്ട്. അതിൽ പലർക്കും ഈ ഖുർആനിലെ സൂറത്തിന് തുല്യമായ സൂറത്തുകൾ ഉണ്ടാക്കലാ പണി. ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെന്നെ ഡിലീറ്റ് ചെയ്യും. കാരണം അവർക്ക് തന്നെ മനസ്സിലാവുകയാണ് ഇത്. അതിനിടക്ക് കൊറോണ വന്നപ്പോ സൂറത്ത് കൊറോണ എന്നിട്ട് ഒരു സൂറത്തേറ്റൊരു ഒരു ജോർദാനി വന്നിരുന്നു. അത് ഇവിടുത്തെ നാസ്തികരെല്ലാവരും കൂടി ആഘോഷിച്ച് നടന്നിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അത് പിൻവലിച്ചു. കാരണം അത് ഒരു ക്വാളിറ്റി ഇല്ലാത്തായിരുന്നു. ഖുർആനുമായിട്ട് താരതമ്യം പോലും പറ്റാത്തതായിരുന്നു. അപ്പൊ ഒന്നത്. രണ്ടാമത്തേത്, ഖുർആന്റെ രണ്ടാമത്തെ വെല്ലുവിളി, ഖുർആന്റെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൽ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും അല്ലാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. തീർച്ചയായും ഖുർആൻ ഒരു മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്ത് അറിവിന്റെ സ്വാധീനം അതിലുണ്ടാകണം. തീർച്ചയായും അങ്ങനെ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മളെ ഇപ്പോൾ ശാസ്ത്രം പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായ, ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ ചോദ്യത്തിന് നമ്മളിപ്പോൾ ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് മോഡേൺ സയൻസ്, യൂറോപ്യൻ സയൻസ് പറയുന്ന ആളാണ് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം ഇന്ന് നമ്മളിങ്ങനെ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് അശാസ്ത്രീയമായ വർത്തമാനങ്ങൾ അതിൽ നമ്മൾ വായിക്കും. കാരണം അറിവ് കൂടിയപ്പോ അദ്ദേഹത്തെ തിരുത്തേണ്ടി വന്നു. അദ്ദേഹം സ്വാഭാവികമാണത്. അതേപോലെ തന്നെ ആധുനിക പ്രപഞ്ച സങ്കല്പവുമായി ബന്ധപ്പെട്ട പഠനം, അല്ലെങ്കിൽ ആധുനിക പ്രപഞ്ച സങ്കല്പം തന്നെ ഐൻസ്റ്റൈന്റെ 2 ആപേക്ഷികതാ സിദ്ധാന്തങ്ങളാണ്. ജനറൽ റിലേറ്റിവിറ്റി തിയറിയും സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയും. ഇത് എഴുതിയ ലേഖനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. ഇന്ന് അവ വായിച്ചു നോക്കിയാൽ അന്ന് അദ്ദേഹം എഴുതി വെച്ച പലതും അബദ്ധമായിരുന്നു നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് ശേഷം ഒരുപാട് ശാസ്ത്രീയമായി മുന്നേറ്റത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ട് ശാസ്ത്രം മാത്രമല്ല, ചരിത്രം, ധർമ്മശാസ്ത്രം,
എന്ന് വേണ്ട ലോകത്തെ ഒരുവിധമല്ല മാനവിക പഠന ശാഖകളും വൈജ്ഞാനിക ശാഖകളുടെയും പരാമർശങ്ങൾ പരിശോധിക്കാനുണ്ട്. എവിടെയെങ്കിലും ഒരു സൂക്ഷ്മമായ അബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ, വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ രണ്ടാമത്തേത്, മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ തന്നെ കഴിയില്ല. ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ പറയാൻ കഴിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ ഒരബദ്ധമില്ല, ഇതിൽ ഒരു വൈരുദ്ധ്യമില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിനെങ്കിലും അറിയാലോ, അദ്ദേഹം എല്ലാ ലോകത്തെ വിവരങ്ങളുള്ള ആള് അല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയില്ല. അത് പടച്ചവൻ അതുകൊണ്ട് ആണ് അങ്ങനെ പറയാൻ കഴിയുന്നത്, പടച്ചവൻക്കാണ് അങ്ങനെ പറയാൻ കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം കൂടി, 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിൽ 9-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറയാണ്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാം ആകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കും. എന്താ പറയുന്നത്? 14 നൂറ്റാണ്ട് മുമ്പ്. ആരാ പറയണത്? മുഹമ്മദ് നബിയുടെ നാവിലൂടെയാണ് ലോകം കേൾക്കുന്നത്. പടച്ചോൻ പറയുന്ന രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ. ആ പ്രയോഗത്തിന് തന്നെ ഭയങ്കര രസമുണ്ട്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഇന്ന എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ട്? ഞാൻ എന്ന് വന്നു, പക്ഷെ പിന്നെയും നഹ്നു, പിന്നെയും നസ്സൽന എന്നെല്ലാം പറയാണ്. അഥവാ ഞാൻ തന്നെയാണ് ഇത് അവതരിപ്പിച്ചത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 14 നൂറ്റാണ്ടുകളായി ഒരു രൂപത്തിലും എന്തെങ്കിലും എടുത്തു മാറ്റാൻ, പിന്നെ എന്തെങ്കിലും എടുത്തു മാറ്റാൻ, കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം സംരക്ഷിക്കപ്പെടുക. എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു? ഗ്രന്ഥങ്ങളായിട്ടാണോ? അല്ല, ഖുർആനായിട്ട്. ഗ്രന്ഥങ്ങളായിട്ട് സംരക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായും നശിപ്പിക്കാൻ കഴിഞ്ഞേക്കും. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് പുസ്തകങ്ങൾ എന്നുള്ളതും ഏടുകൾ എന്നുള്ളത് വലിയ വലിയ പിന്നെ ഒരു അലങ്കാരമായിരുന്നു. എല്ലാവർക്കും ഒന്നും കിട്ടുന്ന സാധനമല്ല, വലിയ സാമ്പത്തിക ചെലവുള്ള സാധനമായിരുന്നു അത്. ആ വലിയ രാജാക്കന്മാരുടെ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ വലിയ പണക്കാർക്കും മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഗ്രന്ഥങ്ങൾ. അത്തരം ഒരു കാലത്ത് ആ ഖുർആനിനെ ഖുർആനായിക്കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു. എങ്ങനെ? പ്രവാചകനിൽ നിന്ന് കേട്ടുപഠിച്ച സ്വഹാബിമാർ, അടുത്ത തലമുറ, അടുത്ത തലമുറ, അടുത്ത തലമുറ, അടുത്ത തലമുറ, അടുത്ത തലമുറ, അങ്ങനെ ഇന്ന് വരെ. ഇന്ന് ആലുവയിലുമുള്ള ഹിഫ്ദ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ പരമ്പരയിൽ നിന്ന് ആ ഇജാസ ലഭിച്ചുകൊണ്ട് പ്രവാചകനിൽ നിന്ന് കൈമാറി വന്ന രൂപത്തിൽ ഇന്ന് ഖുർആൻ പൂർണ്ണമായി പഠിക്കുന്നു. ആ പഠിക്കുന്നത് എല്ലാം ഒരേപോലെ. അത് വ്യത്യസ്തങ്ങളായ ഖിറാഅത്തുകൾ ഉണ്ടാകും, അത് വേറെ വശമാണ്. ഖിറാഅത്തുകളിൽ പോലും സംരക്ഷിക്കപ്പെട്ടു. അത് മറ്റൊരു വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സംരക്ഷണവും പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മനുഷ്യരുടേത് ആകുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കാണിക്കുന്നു. എന്ന് മാത്രമല്ല, അവിടെയും അള്ളാന്റെ റസൂലിനെ, അദ്ദേഹം എത്ര വലിയ മഹാനാണെങ്കിലും അദ്ദേഹത്തിന് പടച്ചവന്റെ കൃത്യമായ മാർഗനിർദ്ദേശമില്ലെങ്കിൽ പറയാൻ കഴിയില്ല ഇത് സംരക്ഷിക്കപ്പെടുന്നു. ഇത് സംരക്ഷിക്കപ്പെടുന്ന എങ്ങനെ പറയാൻ കഴിയുക? ആ സംരക്ഷിക്കപ്പെടുന്ന ആത്മവിശ്വാസത്തോടുകൂടി പറയണമെങ്കിൽ തന്നെ പടച്ചവന്റെ മാർഗനിർദ്ദേശം ഉണ്ടാകണം. അത് പറഞ്ഞു എന്നത് തന്നെ അത് മനുഷ്യരുടേതല്ല എന്നുള്ള തെളിവാണ്. ചുരുക്കത്തിൽ 3 തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരുപാട് പറയാൻ കഴിയും എന്നാണ് എനിക്ക്